എല്ലാവർക്കും ഇൻസ്പയർ സോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരം അല്ലെങ്കിൽ അധികാരികളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സമൂഹം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അധികാരം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊരു അധികാരികളെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പോലീസുമാരുടെ നേതാവ് DGP, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ ഒരു അധികാരി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മുകളിൽ ഒരു അധികാരി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഹെഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ നമ്മുടെ ഒരു അധികാരി, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഹെഡ്, അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ, അങ്ങനെ പല രീതിയിലുള്ള അധികാരങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അധികാരമെന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ അധികാരത്തിലേക്ക് ആളുകൾ വരുന്നത്? ഇപ്പോൾ നമുക്ക് പൊളിറ്റിക്സ് തന്നെ എടുക്കാം. നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ അധികാരത്തിലേക്ക് വരികയും അവരുടേതായ സേവനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങളെ സേവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചിലർ അങ്ങനെ ചെയ്യുന്നില്ല എന്നും ഒക്കെ നമ്മൾ പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ അധികാരത്തിലേക്ക് വരുവാനായിട്ടും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്നത്, അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഒക്കെ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലായിരിക്കില്ലെങ്കിലും കുറച്ച് പേരുടെയെങ്കിലും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. അപ്പോൾ എന്താണ് ശരിയായ അധികാരം? അപ്പോൾ എന്താണ് നമുക്ക് ഉള്ള ഒരു ശരിയായ അധികാരം എന്ന് പറയുന്നത്? ശരിയായ ഒരു അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേലൊരു ഫോഴ്സ് ഉപയോഗിക്കുന്നതിനാണോ നമ്മൾ ശരിയായ അധികാരം എന്ന് പറയുന്നത്? നമുക്ക് കുറച്ചും കൂടെ അതിനെ പക്വമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും പക്വമതികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ പക്വതയുള്ള ഒരു വ്യക്തിയെയാണ് അധികാരത്തിൽ വരുവാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും വ്യക്തികൾ പല വ്യക്തിഗതമായ താല്പര്യങ്ങൾ കൊണ്ട് അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അതിൽ ഒരു വ്യക്തി തന്നോട് തന്നെയാണ് കൂടുതലായിട്ടുള്ള സ്നേഹം കാണിക്കുന്നത്. തനിക്ക് തൻ്റെ വളർച്ചയാണ് ഏറ്റവും മുന്നിൽ അദ്ദേഹം വരിക്കുന്നത്. അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും, പക്ഷേ തന്നോട് തന്നെയുള്ള സ്നേഹവും കൊണ്ടും അതിനു വേണ്ടിയിട്ട് താൻ വളരുക എന്നുള്ള മെയിൻ ഒരു കൺസേൺ ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മറ്റുള്ളവരെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ വളരുന്ന ഒരു പ്രവണത നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ വ്യക്തികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും വളരെ സ്മാർട്ടായിട്ടും എനർജറ്റിക് ആയിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നതിൽ വളരെ മിടുക്കന്മാരും മിടുക്കികളുമായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തന്നെ അധികാരത്തിൽ എത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം പതിയെ പതിയെ ഇവരുടെ ടെൻഡൻസീസ് എല്ലാം പുറത്തേക്ക് എടുക്കുകയും അതുവഴി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും പിന്നെ തട്ടിപ്പറിച്ചെടുക്കേണ്ട കാര്യങ്ങളും എല്ലാം അവർ എടുത്തു വാങ്ങുകയും മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില പ്രവണതകൾ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാലും ഒക്കെ ഈ പ്രവണതകൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് മതപരമായിട്ടും അല്ലെങ്കിൽ മതത്തിൻ്റെ രീതിയിലായിട്ട് കാണാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പൊളിറ്റിക്സിൽ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പല ഫീൽഡുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ കയറി വന്ന് അവർ അധികാരം സ്ഥാപിച്ചെടുത്ത് അവരുടേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലേക്കാക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള വ്യക്തികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? പലപ്പോഴും സമൂഹം ഇങ്ങനെയുള്ള വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം എന്താ പറയുക, പരിതാപനീയപരമായിട്ടുള്ളൊരു കാര്യമാണ്. സമൂഹത്തിന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന പാരസൈറ്റുകളായിട്ട് ഇത്തിൽക്കണ്ണികളായിട്ട് വളരാനായിട്ട് അവർ തുടങ്ങുന്നു. ആദ്യം ഇവർ എന്താ പറയുക, വളരെ കുഞ്ഞാടുകളെ പോലെ കാണപ്പെടുകയും പിന്നീട് ചെന്നായകളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരുതരം പ്രവണതയാണ് ഈ വിധത്തിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികളിൽ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ നമുക്കറിയാം, ഇവിടെ അധികാരം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താ പറയുക, അത് ശരിക്കും പൊല്യൂട്ടഡ് ആയി പോകുന്ന അല്ലെങ്കിൽ ടോട്ടലി കറപ്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വന്നു ചേരുകയും ആളുകൾ അല്ലെങ്കിൽ സമൂഹം അതിൽ സഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അധികാരി? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു അധികാരിക്ക് എങ്ങനെയാണ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു യഥാർത്ഥ
അത്തരത്തിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികളിൽ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ നമുക്കറിയാം, ഇവിടെ അധികാരം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താ പറയുക, അത് ശരിക്കും പൊല്യൂട്ടഡ് ആയി പോകുന്ന അല്ലെങ്കിൽ ടോട്ടലി കറപ്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വന്നു ചേരുകയും ആളുകൾ അല്ലെങ്കിൽ സമൂഹം അതിൽ സഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അധികാരി? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു അധികാരിക്ക് എങ്ങനെയാണ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അധികാരി എന്ന് പറയുന്ന ഒരാൾ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ ചഞ്ചലിതനാവാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ടായിരിക്കും. അദ്ദേഹം അതിൽ വേരൂന്നി നിൽക്കാനായിട്ട് ഒരു ദൃഢപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹം ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണമെന്നില്ല, അനുയായികൾ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു അധികാരമുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു ഇന്നർ അതോറിറ്റി ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്ത ഒരാൾക്ക്, ഒരു കുത്തഴിഞ്ഞ വ്യക്തിത്വം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു അധികാരിയായിട്ട് മാറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി സെൽഫ് റിഫ്ലക്ഷൻ നടത്തേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അധികാരി ആവാൻ ആഗ്രഹിക്കുന്ന ആളെപ്പോഴും ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഉണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള എന്തോരം പ്രാപ്തി ഉണ്ട് അതിലൂടെ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുമെങ്കിൽ കൂടി സ്വയം അതിനെക്കുറിച്ച് അവബോധവാനാവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അദ്ദേഹത്തെ നന്മയിലേക്ക് നയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. പിന്നീട് വരുന്നത് ഒരു അധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്നേഹത്തിൽ അല്ലെങ്കിൽ ദയാനുകമ്പയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആക്ഷൻസ് ആയിരിക്കണം അദ്ദേഹം കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ആ ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്രാൻസിസ് ഓഫ് അസീസി, അല്ലെങ്കിൽ ശ്രീ ബുദ്ധ, യേശു ക്രിസ്തു, മദർ തെരേസ, സ്വാമി വിവേകാനന്ദ, ഇങ്ങനെ പല എക്സാമ്പിളുകൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാം ദീനാനുകമ്പയിൽ നിന്നുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങളാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പൂർണ്ണമായിട്ടുള്ള അവരുടേതായ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ആക്ഷനാണ് അവർ ചെയ്തത്. ആ ഒരു അതോറിറ്റിയാണ് ലോകത്തെ മാറ്റിമറിച്ചത്. മറ്റ് അതോറിറ്റികളെല്ലാം എടുക്കുകയാണെങ്കിൽ അതെല്ലാം ഡിസ്ഫങ്ഷണൽ ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ആ അതോറിറ്റികൾക്കൊന്നും ആത്യന്തികമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, പല ആളുകളും ഇന്ന് നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ പണം പലപ്പോഴും മറ്റ് ആളുകളുടെ മെൻറ്റാലിറ്റിയെ മാറ്റുന്നുണ്ട്. സ്വർണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ പൈസ കാണുമ്പോൾ ആളുകളുടെ ചിന്താഗതികളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ പല കാര്യങ്ങൾ ഇന്ന് ലോകത്ത് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ജോബുകൾ, പല കാര്യങ്ങൾ ലോകത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രയോറിറ്റി പണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ പണം മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പണമല്ല എല്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അറിയാമെങ്കിലും മനുഷ്യന് അത് ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കാതെ വരുന്ന ഓരോ അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധികാരത്തിലായിരിക്കുന്ന ഒരു ആൾ പണത്തിന് പിന്നാലെ പോകുന്ന ഈ വിധത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അതും വേറെ പ്രോബ്ലംസിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് പണം ഒരു ഉപാധി മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അധികാരിക്ക് ലോകത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. മഹാത്മാഗാന്ധി തന്നെ പറയുന്നുണ്ട്, ഈ ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ട്, പക്ഷെ ആരുടെയും അത്യാർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ മനുഷ്യൻ എപ്പോഴും അവൻ്റെ അത്യാർത്തിയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു കാര്യം. പണമുള്ള ആളുകൾ ഒരിക്കലും ആ പണത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുന്നതിലാണ് അവരുടെ ആഗ്രഹവും അവരുടെ പ്രയത്നങ്ങളും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, പക്ഷേ നമ്മൾ അതിന് പല കാര്യങ്ങൾ പറയുന്നു, ജീവിക്കാൻ പണം വേണം, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് പണത്തിനെല്ലാം സാധിക്കും. ചിലർ പറയും പണത്തിന് മേലെ പരുന്തും പറക്കില്ല, പണമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ പണത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ അതിനു വേണ്ടി ആളുകൾ അധികാരത്തിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള ഒരു അധികാരമല്ല. കാരണം പണം ഒരു കറപ്ഷൻ ഉണ്ടാക്കുകയാണ് സമൂഹത്തിൽ.
സമൂഹത്തിൽ. അപ്പോൾ ഈ വിധത്തിലുള്ള അധികാരികൾ സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അധികാരത്തിലേക്ക് വരുന്ന ആൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉള്ള ആളായിരിക്കണം. അദ്ദേഹം പണത്തിനോട് ഒരു ആർത്തിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കണം. ദീനാനുകമ്പയുള്ള ആളായിരിക്കണം. അപ്പോൾ സർവോപരി സ്നേഹത്തിൽ ഊന്നിയുള്ള അധികാരം നമ്മുടെ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു, മാറ്റത്തിൻ്റെ അലടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹത്തിൽ ഊന്നിയ അധികാരത്തിന് വേണ്ടി യത്നിക്കാം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ സമൂഹം വളരെ വലിയൊരു ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും പരസ്പര സ്നേഹത്തിൽ ഊന്നിയ ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.